നമുക്കിത് പൈത്തോണിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പഠിക്കാം. പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് വിൻഡോസിൽ www.python.org എന്ന ഈ ലിങ്ക് വഴി നമുക്ക് 64 ബിറ്റാണ്, 64, 32 ആണ്. 32 നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പൈത്തോണിനകത്ത് ഞാൻ പഠിപ്പിക്കുന്ന ഈ ട്യൂട്ടോറിയൽ പൈത്തോൺ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പൈച്ചാം ഇതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നില്ല. അതുകൂടി ഉൾപ്പെടുത്തി വേറൊരു ക്ലാസ് പിന്നീട് തയ്യാറാക്കുന്നതാണ്. എല്ലാ ദിവസവും 15 മിനിറ്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അങ്ങനെ 100 ദിവസം കൊണ്ട് പൈത്തോൺ പഠിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനുള്ളത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിസ്ഥാനമാക്കിയാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. സ്റ്റാർട്ട് ബട്ടണിൽ പൈത്തോൺ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. ഈ വിൻഡോയിലാണ് നമ്മൾ എല്ലാ കമാൻഡുകളും അടിച്ചു കൊടുത്ത് നമ്മൾ പൈത്തോൺ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൈത്തോൺ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. നമ്മുടെ ലാംഗ്വേജ് ഒന്നും കമ്പ്യൂട്ടർ മനസ്സിലാകില്ല. അപ്പോൾ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് വേണ്ട ഭാഷയിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേഷൻ്റെ, അതായത് കണക്കുകൾ എങ്ങനെയാണ് കൂട്ടുക, കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 + 3 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അതായത് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 9 നിന്ന് 8 കുറച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് 1 ആണെന്നുള്ള ആൻസറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും, കൂട്ടലും കുറയ്ക്കലും നമുക്ക് സാധ്യമാണെന്ന് കണ്ടു. നമുക്കിനി നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അതിനെ നമുക്ക് ഉപയോഗിക്കേണ്ടത് 4, ഇവിടെ ഗുണനച്ചിഹ്നമായിട്ട് സ്റ്റാർ ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള സ്റ്റാർ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 4 * 6 എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ വായിക്കുന്നത് 4 × 6 എന്നാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗുണനത്തിന് ചിഹ്നത്തിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാർ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. 4 * 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. അപ്പോൾ നമുക്കിവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നീ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 8/4 8/4 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയത് ഇവിടെ 2.0 അല്ലെങ്കിൽ 2.0 എന്നുള്ള നമ്പറാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 5 എന്നുള്ള വാല്യൂ, ഇവിടെ 1 എന്നുള്ള വാല്യൂ, 24 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇവിടെ ഒന്നും ദശാംശം ഉൾപ്പെട്ടില്ല, അല്ലെങ്കിൽ പോയിൻ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ ഇതിന് പറയുന്ന ഇത്തരം നമ്പറുകൾക്ക് പറയുന്നത് 5, 1, 24 ഇങ്ങനെയുള്ള നമ്പറുകൾക്ക് ദശാംശം ഇടാത്ത അല്ലെങ്കിൽ പോയിൻ്റ് വരാത്ത നമ്പറുകൾക്ക് പറയുന്ന പേര് ഇൻറ്റിജർ നമ്പറുകൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2.0 എന്ന് പറയുന്നത് ഇതിനെ ഫ്ലോട്ട് എന്നാണ് പറയുന്നത്, ഫ്ലോട്ടിംഗ് നമ്പർ 2.0. അപ്പോൾ നമ്മളിത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിൽ നമുക്ക് ദശാംശ സംഖ്യ അല്ലെങ്കിൽ പോയിൻ്റ് വരുന്നുണ്ടെങ്കിൽ അത്തരം നമ്പറുകൾ നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നു. അല്ലാത്ത സംഖ്യകൾ 5, 1, 24 ദശാംശം ഇല്ലാത്ത സംഖ്യകളാണ് നമുക്ക് അതിന് ഇൻറ്റിജർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 8/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 എന്നായിരിക്കും. അതുപോലെ നമ്മൾ 5/2 അല്ലെങ്കിൽ 5/2 എന്നടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2.5 ആണ്. അപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് നമ്പറാണ്. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ പറഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് നമ്പറാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഇൻറ്റിജർ പാർട്ട് മാത്രം എടുക്കണം. അതായത് 2 എന്ന് മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ടതിന് 5/2 എന്നടിച്ചു കൊടുത്താൽ മതി. ഇത് കൊടുക്കേണ്ടത് ഫോർവേഡ് സ്ലാഷ് ആണ്. 5/2 എന്നടിച്ചു കൊടുത്താൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ 5നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. നമുക്ക് അല്ലാതെ മറ്റൊരു സംഖ്യ നമുക്ക് എടുത്ത് നോക്കാം. 8/4 എന്ന് നമ്മൾ ഇപ്പോൾ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 മാത്രമായിരിക്കും. അതായത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിമൈൻഡർ, മലയാളത്തിൽ പറഞ്ഞാൽ ശിഷ്ടം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോഡുലസ് എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏറ്റവും മുകളിൽ 5 എന്ന അക്കത്തിന് അവിടെ ആ മോഡുലസ് കീ ഉണ്ട്. ഷിഫ്റ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് ആ മോഡുലസ് അല്ലെങ്കിൽ 5 ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മോഡുലസ് ചിഹ്നം കിട്ടും. 5/2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2. ശിഷ്ടം നമുക്ക് കിട്ടുന്നത് 1 ആണ്. നമുക്കത് നോക്കാം. 5 mod 2 എന്നടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. അതായത് 5നെ 2 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് മറ്റൊരു സംഖ്യ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 mod 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 7 ആയിരിക്കും. അതായത് 16നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടമാണ് നമുക്കവിടെ കിട്ടുന്നത്. 16 mod 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മോഡ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ശിഷ്ടം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഡിവിഷനകത്ത് എങ്ങനെയാണ് ശിഷ്ടം കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ നോക്കാം. 9 + 10 പ്ലസ് അടിച്ചു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്
ഇവിടെ സിൻടാക്സ് എററാണ്. അപ്പോൾ ഇത് എററാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ എറർ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം 9+10+ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സംഖ്യകൾ പൂർണ്ണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൈത്തോണിൽ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ നോക്കാം. ഗുണനവും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. 8 + 2 × 3 എത്രയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നത് 14ആണ്. അതായത് 3നെ 2 കൊണ്ട് ഗുണിച്ചു. അതായത് ബോഡ് മാസ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണക്കിലൊക്കെ പഠിച്ചിരിക്കുന്ന ബോഡ് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആദ്യം നടത്തിയത് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷന് 3 2 6 + 8 14 എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് നമുക്ക് ബ്രാക്കറ്റുകളെല്ലാം ഇട്ട് നമുക്ക്, അതായത് 8ന് 2ന് നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 + 2 *3 എന്നടിച്ച് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ 30 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അതായത് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റുകൾ ഓപ്ഷൻ കറക്റ്റായി കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് പവറുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ വർഗ്ഗം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ നമുക്ക് 2 × 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8 എന്നാണ്. അപ്പോൾ നമുക്കിത് 10 തവണ കിട്ടണമെങ്കിൽ 2 ഘാതം 10 അല്ലെങ്കിൽ 2⁻10 എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 10 തവണ എഴുതി ഗുണിക്കേണ്ടി വരും. 2 * 2 * 2 * 2 * 2 * 2 * 2 * 2 * ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് നമുക്ക് എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുമില്ല. അല്ലെങ്കിൽ എണ്ണം കൂടിപ്പോയി കഴിഞ്ഞാൽ എണ്ണം കുറഞ്ഞ പോലെ നമുക്ക് ആൻസർ തെറ്റും. അപ്പോൾ നമുക്കതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഇട്ടിച്ച് 2 സ്റ്റാർ ഇട്ടതിന് ശേഷം ഇങ്ങനെ 2 സ്റ്റാർ ഇട്ടാൽ അതിൻ്റെ അർത്ഥം പവർ കാണുക എന്നുള്ളത്. അതായത് (2⁻10) ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1024 ആയിരിക്കും. നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ വഴി തന്നെ നോക്കാം. 2⁻3 അല്ലെങ്കിൽ 2⁻3 8 എന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതിൻ്റെ മോഡ് കണ്ടുപിടിക്കുക, ബ്രാക്കറ്റുകൾ ഇടുക, ഇങ്ങനെയുള്ള പവർ കണ്ടുപിടിക്കുക, ഇത്തരം കാര്യങ്ങൾ ഇതിൽ പോസിബിളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ലെറ്റർ അല്ലെങ്കിൽ അക്ഷരങ്ങൾ നമുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് സ്ട്രിങ് ആണ്. അപ്പോൾ സംഖ്യകൾ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു, ഇൻറ്റിജർ എന്നും ഫ്ലോട്ടിംഗ് എന്നും. നമുക്ക് അല്ലാതെ ലെറ്ററുകളാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സ്ട്രിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രിങ് എഴുതുവാണ്, അതായത് എന്തെങ്കിലും ഒരു വാക്ക് എഴുതുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പേരെഴുതുകയാണ്, നവീൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് സിൻടാക്സ് എററാണ്. അതായത് നമുക്ക് നേരിട്ട് നമുക്ക് പേരെഴുതുക അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിനകത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം സിംഗിൾ കോട്ട്സിനകത്ത് നവീൻ ഇട്ട് നോക്കാം. നവീൻ ഇട്ട് കൊടുത്ത് നമ്മൾ സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് നവീൻ ആയിരിക്കും. ഇനി ഡബിൾ കോട്ട്സിൽ നമുക്ക് ഇട്ട് നോക്കാം. നവീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ കോട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നവീൻ എന്നുള്ള ഇതായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമുക്ക് സിംഗിൾ കോട്ട്സിനകത്താണ് നവീൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ നമുക്ക് ഈ സിംഗിൾ കോട്ട്സിനകത്തല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് നവീൻ എന്നുള്ള പേര് കിട്ടണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് പ്രിൻ്റ് ഇട്ട് നമ്മൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ ഇട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിംഗിൾ കോട്ട്സിനകത്ത് നവീൻ ഇട്ട് കൊടുത്താൽ നവീൻ എന്നിട്ട് കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയത് നവീൻ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ സിംഗിൾ കോട്ട്സിനകത്തോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിനകത്തോ ഇല്ലാതെ നമുക്ക് നവീൻ എന്നുള്ള പേര് ഒറ്റയ്ക്ക് കിട്ടി. ഇനി നമുക്ക് ഡബിൾ കോട്ട്സിലിട്ട് നോക്കാം. പ്രിൻ്റ് ഓഫ് ഡബിൾ കോട്ട്സിനുള്ളിൽ നവീൻ എന്നിട്ട് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, നമുക്ക് കിട്ടിയത് നവീൻ എന്നുള്ള പേര് അല്ലാതെ കിട്ടി. അപ്പോൾ നമുക്ക് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നവീൻസ് ലാപ്ടോപ്സ് നമുക്ക് അടിച്ചു നോക്കാം. സിംഗിൾ കോട്ട്സിനുള്ളിൽ പ്രിൻ്റ് ഓഫ് സിംഗിൾ കോട്ട്സിനുള്ളിൽ നവീൻസ് ലാപ്ടോപ്പ് എന്നടിച്ച് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ കോട്ട്സ് കിട്ടണം. സിംഗിൾ കോട്ട്സ് നമുക്ക് കിട്ടുന്നത് സിൻടാക്സ് എറർ ആയിരിക്കും. അതായത് ഇവിടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നവീൻസിൻ്റെ ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഒരു ബ്രാക്കറ്റ് വന്നു, ഇവിടെ നമുക്ക് അടുത്ത ബ്രാക്കറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നവീൻസ് ലാപ്ടോപ്സ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് എററായിരിക്കും വരുന്നത്. നമുക്കതെങ്ങനെ പരിഹരിക്കാൻ നോക്കിയാൽ നമുക്ക് ഇവിടെ അന്നേരം നമുക്കിവിടെ ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ മതി. പ്രിൻ്റ് ഓഫ് ഡബിൾ കോട്ട്സിനുള്ളിൽ നവീൻസ് ലാപ്ടോപ്പ് എന്ന് അടിച്ച് ഡബിൾ കോട്ട്സ് വെച്ച് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി നവീൻസ് ലാപ്ടോപ്പ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. പ്രിൻ്റ് ഓഫ്
ഡബിൾ കോട്ട്സിനുള്ളിൽ നവീൻസ് ഇനി നമുക്ക് ലാപ്ടോപ്പ് എന്നുള്ളത് ഡബിൾ കോട്ട്സ് കിട്ടണമെന്ന് നോക്കാം. ലാപ്ടോപ്പ് എന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിൻടാക്സ് എറർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് നമുക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ കിട്ടുകയും വേണം, നവീൻസ് എന്നുള്ള അങ്ങനെ എഴുതുകയും വേണം. അപ്പോൾ നമുക്കത് സിംഗിൾ കോട്ട്സിലിട്ട് നോക്കാം. പ്രിൻ്റ് ഓഫ് സിംഗിൾ കോട്ട്സിൽ നവീൻസ്. ഇനി നമുക്ക് ഡബിൾ കോട്ട്സിൽ നോക്കാം. ലാപ്ടോപ്പ് എന്ന് നമുക്ക് ഡബിൾ കോട്ട്സിലിട്ട് നമുക്ക് ആ സിംഗിൾ കോട്ട്സും ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിൻടാക്സ് എറർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഓഫ് നോക്കാം. പ്രിൻ്റ് ഓഫ് സിംഗിൾ കോട്ട്സിനുള്ളിൽ നവീൻസ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഇട്ട് എസ് ഇട്ടാൽ മതി. നവീൻസ് എന്നിട്ട് നമ്മൾ ലാപ്ടോപ്പ് എന്ന് കൊടുത്താൽ മതി. നമുക്കിവിടെ ആൻസർ കിട്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.